മുസ്ലിം ലീഗിന് ഇപ്പോ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി എവിടെ മത്സരിക്കോ? കോൺഗ്രസിന് അതൊരു പേടിയല്ല, അതൊരു പ്രശ്നം തന്നെയല്ലേ? അതേപോലെ ഇപ്പൊ സോണിയാഗാന്ധി വരും എന്നാണ് ഇന്നൊക്കെയുള്ള ഇവിടുത്തെ ന്യൂസ്. സോണിയാഗാന്ധി പങ്കെടുക്കുന്നത്. അപ്പൊ സോണിയാഗാന്ധി ഇന്ത്യ സഖ്യത്തിൽ നിന്ന് മാറി അവരുടെ തീരുമാനങ്ങളൊന്നും ഇല്ലാതെ നരേന്ദ്രമോദിക്കൊപ്പം കൈപിടിച്ച് ഈ ഒരു പിന്നെ രാഷ്ട്രത്തിന്റെ ഐക്യവും സ്നേഹവും സാഹോദര്യമൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള കൈ കൊടുക്കാൻ സോണിയാഗാന്ധിക്ക് സാധിക്കുമോ? അതുമില്ല. അപ്പോ പിന്നെ ഇവിടെ പാകുള്ള പ്രശ്നം എന്ന് വെച്ചാല് ഈ രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നതിൽ പ്രശ്നമാവും. കാരണം ഈ കോൺഗ്രസിന്റെ കാലത്ത് തന്നെയല്ല ഈ ഈ സഖ്യം ഈ ബാബരി മസ്ജിദ് പൊളിച്ചത്. എന്നും ഇന്നലെ ഉണ്ടായതോ നരേന്ദ്രമോദി ഉണ്ടാക്കിയതോ പൊളിച്ചതോ എന്നല്ലല്ലോ, കോൺഗ്രസ് സമ്മതം കൊടുത്ത് അതിനു വേണ്ടിയിട്ട് വന്ന് ഈ ഒരു ഈ ഒരു ബാബരി മസ്ജിദ് പൊളിച്ച് അത് ഒരു കോടതിയുടെ തീരുമാനമായിരുന്നില്ല, സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യന്റെ തീരുമാനത്തിന് രാജ്യം ഒന്നിച്ചു നിൽക്കല്ലേ വേണ്ട, ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും. അപ്പൊ കോൺഗ്രസിന് അത് നഷ്ടം. കോൺഗ്രസിന് ഇപ്പൊ സോണിയാഗാന്ധി അതിന് വന്നാൽ പോലും അതിന്റെ കൂടെ ആര് വരും? കെ.സി. വേണുഗോപാൽ ഉണ്ടാവും. മലയാളത്തിലുള്ളവരൊപ്പം തലയിൽ മുണ്ടിട്ട് പോകേണ്ട ഒരു അവസ്ഥ ഈ ഒരു ബാബരി രാമജന്മ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന വേളയില് കോൺഗ്രസിന്റെ കേരളത്തിലെ നേതാക്കൾ തലയിൽ മുണ്ടിട്ട് പോകേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതാണ് ഇതിന്റെ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. പിന്നെ ഈ ഒരു കോൺഗ്രസ് കാലത്ത് പൊളിച്ച ഈ ഒരു ബാബരി മസ്ജിദിനെ ചൊല്ലി ഇപ്പൊ മുസ്ലിം ലീഗിനും ഈ കോൺഗ്രസിനും ഒക്കെ എന്താ ഇത്ര വലിയൊരു പ്രശ്നം ഇപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവാത്ത ഓരോ ചോദ്യം. ഓരോ മുസ്ലിമും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തിനും ഇവിടെ ബാബരി മസ്ജിദ്? അപ്പൊ ബാബരി മസ്ജിദിനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു മുസ്ലിമിന് ഒരു പറഞ്ഞു കൊടുക്കാത്ത. ബാബരി മസ്ജിദ് ഇവിടെ ഉണ്ടായത് എങ്ങനെയാ? അവിടെ രാമന്റെ ക്ഷേത്രം പറയുമ്പോൾ രാമജന്മഭൂമി എന്ന് പറയുന്നത് ഇന്ത്യന്റെ സംസ്കാരത്തിന്, ഭാരതത്തിന്റെ സംസ്കാരത്തിന് എന്നും ഉയർത്തിപ്പിടിക്കാൻ പറ്റിയ ഒരു സംസ്കാരമാണ്. ആ സംസ്കാരത്തിന്റെ ഉറവിടമായ രാമന്റെ ഗാന്ധിജി സ്വപ്നം കണ്ട പോലെ രാമരാജ്യം തന്നെയാണ് മോദിജിയും ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മോദിജിയെ പോലത്തെ ഒരു പ്രധാനമന്ത്രിക്ക് അത് നടപ്പിലാക്കാൻ പറ്റി. ഇത്രയും 58 കൊല്ലങ്ങളായിട്ട് നടക്കുന്ന ഒരു കോൺട്രവേഴ്സി സുപ്രീം കോടതിയിൽ അത് നടപ്പിലാക്കാൻ പറ്റിയെന്നുള്ള പ്രവർത്തിക്കാൻ പറ്റിയത് എന്തുകൊണ്ടാണ്? മോദിയെ പോലത്തെ ഒരു പ്രധാനമന്ത്രി ഇന്ത്യക്ക് ഉണ്ടായത് കൊണ്ടാണ്. അപ്പൊ ഓരോ ഇന്ത്യക്കാരും, ഭാരതത്തിന്റെ ഓരോ പൗരന്റെയും അഭിമാനമാണ് രാമക്ഷേത്ര ഭൂമി. മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും. കാരണം എല്ലാ ഇന്ത്യയിൽ ജനിച്ച, ഭാരതത്തിൽ ജനിച്ച ഓരോരുത്തരും ഹിന്ദുസ്ഥാനി എന്നാണ് ലോകം അറിയപ്പെടുന്നത്. ആ ഹിന്ദുസ്ഥാനിയുടെ കൾച്ചർ നിലനിർത്തുന്ന, രാമക്ഷേത്രം നിലനിർത്താൻ നരേന്ദ്രമോദിക്ക് ആയെങ്കിൽ അത് നമ്മുടെ അഭിമാനമാണ്. നമ്മുടെ പ്രധാനമന്ത്രി അത് നമുക്ക് ചെയ്തു. പിന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചോട്ട് ഇപ്പോൾ മനസ്സിലാക്കണം, ഇപ്പോഴും അതിന് അടി കൂടുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഈ മുസ്ലിങ്ങളുടെ പുണ്യസ്ഥലം എന്ന് പറയുന്നത് ഏതാണ്? മക്ക, മദീന. അതാണ്. മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാൻ എവിടെ നിന്നും പടിഞ്ഞാറ് നോക്കി നിസ്കരിച്ചാൽ മതി. അതാണ് മുസ്ലിം ഇസ്ലാം എന്ന് പറയുന്നത്. അവിടെ സമാധാനം എവിടെയും പോയിട്ടില്ല. ഇവിടെ വന്ന് ബാബറി പൊളിച്ച പള്ളിയുടെ ഇത്ര 858 തുടങ്ങിയ പ്രശ്നമാണ്. 1858 അന്ന് തൊട്ടിട്ട് 5 ലക്ഷം ഭാരതീയര് അവിടെ കലാപത്തിൽ മരിച്ചു എന്നാ പറയുന്നത്. ഈ ഒരു പ്രശ്നം കൊണ്ട് മാത്രമല്ല അവിടെ പ്രശ്നം ഉണ്ടായതോ ഒരു കർസേവ നടത്തിയത് കൊണ്ടൊന്നുമല്ല. അപ്പൊ ഈ ഒരു ബാബറി ഉണ്ടാക്കിയ ഒരു പ്രശ്നം തീർത്ത് ഇന്ന് സുന്നി വഖഫ് ബോർഡിനും ഒരു പ്രശ്നമില്ലാന്ന് കോടതിയിൽ വന്ന് ഉണ്ടാക്കിയ ഈ ഒരു ബാബരി മസ്ജിദ് പൊളിച്ച് അവിടെ രാമന്റെ ക്ഷേത്രം തന്നെ വരണോ? കാരണം അതിന്റെ കല്ലുകള് നമ്മൾ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ പറഞ്ഞു. കാരണം ഇത് ഇവിടെ പറയാന്ന് പറയുന്നത് ഇപ്പോഴും പറയുന്നത് മുസ്ലിമിന്റെ ഐഡന്റിറ്റി പോക്കി. മുസ്ലിമിന്റെ ഐഡന്റിറ്റി ഒരിക്കലും ആരും പോക്കിയിട്ടില്ല. കോൺഗ്രസ് അതിന് അനുമതി കൊടുത്തു. 5 മിനിറ്റ് നേരം നരസിംഹറാവു അന്ന് ഫോൺ എടുത്തില്ല ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടെന്നാണ്. ശരിക്കും ഒരു ആർട്ടിഫിഷ്യൽ ഒരു സൈലൻസ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് അന്ന് ബാബരി മസ്ജിദ് പൊളിഞ്ഞതും. ആ ബാബരി മസ്ജിദ് എന്തായാലും ഇവിടുത്തെ ഭാരതത്തിന്റെ അഭിമാനമായോണ്ട് അത് നിലനിർത്തേണ്ട ഓരോ ഭാരതീയന്റെ അവകാശമാണെന്നുള്ളത് സുന്നി വഖഫ് ബോർഡ് സമ്മതിച്ചോണ്ടല്ല ഇന്ന് ഇന്ത്യയിൽ അത് വന്നിരിക്കുന്ന ഭാരതത്തില്. അപ്പൊ ആ ഭാരതത്തിന്റെ അഭിമാനത്തിന്
കൂടെ നിൽക്കാൻ കോൺഗ്രസ് എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? ഇന്ന് കോൺഗ്രസിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഇന്ന് വോട്ട് രാഷ്ട്രീയം നോക്കുക, എങ്ങനെയെങ്കിലും ജയിച്ചാൽ മതി, എങ്ങനെയെങ്കിലും ഹിന്ദുവിന്റെ രാഹുൽ ഗാന്ധി കണ്ടില്ലേ, പ്രിയങ്ക ഗാന്ധി കണ്ടില്ലേ, ഓരോ അമ്പലത്തിൽ പോയി പൊട്ട് തൊട്ട് പ്രാർത്ഥിച്ച് മനസ്സിന്ന് വരുന്ന പ്രാർത്ഥനയും പൊട്ടുകുത്തലൊക്കെ നമുക്ക് മനസ്സിലാവും. ഏതൊരു മലയാളി ഇന്ത്യക്കാരന്റെ ഏതൊരു മനുഷ്യനും മനസ്സിലാവും. അപ്പൊ എങ്ങനെയെങ്കിലും അധികാരം പിടിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇതിന് പോയി അവിടെ പോവാൻ സാധ്യതയുണ്ട്. അപ്പൊ കേരളത്തിൽ അത് സാധിക്കില്ല. അപ്പൊ ഇവര് കോൺഗ്രസിന് കേരളത്തിൽ ഒരു രജിസ്ട്രേഷനും നാഷണൽ ലെവലില് KPCC AICC രണ്ടും രണ്ടാണെന്ന് തന്നെ ഇവര് ജനങ്ങളോട് പറയേണ്ട ഒരു അവസ്ഥ. അത്രയും ആഭാസ്യമായി തീരുകയാണ് കോൺഗ്രസിന്റെ സ്ഥാനം ഇപ്പോൾ മനുഷ്യരുടെ മനസ്സിൽ നിന്നാണ് നമ്മളിപ്പോ ഇതിൽ മനസ്സിലാക്കേണ്ടത്. കാരണം അവർക്കൊന്നും പറയാനില്ല ഇതിനൊന്നും, എല്ലാത്തിനും പറയണേ. ഇപ്പൊ ആകെ മുസ്ലിം ലീഗിനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ മിണ്ടാണ്ട് കേരളത്തിലുള്ളവരെങ്കിലും അറ്റ്ലീസ്റ്റ് മിണ്ടാണ്ട് ഇരിക്കണം എന്നുള്ളത് മാത്രമാണ് അതിന് നടക്കുന്നത്.